ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഞാനിവിടെ യു കെയിൽ എത്തിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് ഫാക്രിക് വീൽസ് കാണാൻ പോകണം എന്നുള്ളത്. സ്കോട്ട്ലാൻഡിലാണ്. സ്കോട്ട്ലാൻഡിൻ്റെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസാണ് ഈ ഒരു ഫാക്രിക് വീൽ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് ശരിക്കും അയർലൻഡിലേക്ക് പോകുന്ന വഴിയാണ്. ഗ്ലാസ്ഗോയിൽ നിന്ന് അയർലൻഡിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ തിരിച്ചു എഡിൻബ്രോ റൂട്ടിലോട്ട് തിരിച്ചു വിട്ടിട്ട് ഞങ്ങൾ ഈ ഒരു ഫാക്രിക് വീല് കാണാൻ വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് ശരിക്കും 2002 ഈ ഒരു ഫാക്രിക് വീല് കണ്ടു. എൻ്റെ പുറകിലുള്ള ഈ ഫാക്രിക് വീല് ശരിക്കും ഇവിടെ നിർമ്മിച്ചിട്ട് തുറന്നു കൊടുത്തത്. ഇവിടെ ശരിക്കും കനാൽസ് ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിലും ഒക്കെ കാണുന്നില്ല കനാലുകൾ ഒരുപാടുണ്ട്. അതുവഴി സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതുപോലെ 2 കനാലാണ്. ഒന്ന് യൂണിയൻ കനാലും മറ്റൊന്നായിരുന്നു ഫോർത്ത് ആൻഡ് ക്ലൈഡ് കനാൽ. ഈ 2 കനാലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ നിങ്ങൾ, നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ താഴെയിൽ ഒരു കനാലുണ്ട്, അതുപോലെ ഇതിന് മുകളിലൊരു കനാലുണ്ട്. അപ്പോൾ ഈ കനാൽ വഴി സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ താഴെയുള്ള കനാലുകളെ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏകദേശം 1933 മുതൽ രണ്ടും കണക്റ്റഡ് ആണ്. പക്ഷേ ഈ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് ഹൈറ്റ് കൂടുതലും ഒന്ന് ഹൈറ്റ് കുറവും. അപ്പോൾ അങ്ങനെയുള്ള കനാലുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടി 2002 ഇവിടുത്തെ ക്വീൻ എലിസബത്ത് തുടങ്ങി വെച്ചാൽ ക്വീൻ എലിസബത്ത് എലിസബത്ത് രാജ്ഞി ഓപ്പണാക്കിയ ഒരു സംഭവമാണ് ഈ ഒരു ഫാക്രിക് വീൽ. നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് വരിൽ ഇങ്ങോട്ടേക്ക് കാര്യങ്ങൾ കാണാം. ഓക്കെ, ജസ്റ്റ് കയറുന്നതിന് മുമ്പ് കാണിച്ചാൽ ഇതാണ് ഇവിടുത്തെ ഒരു റൂട്ട് മാപ്പ് അല്ലെങ്കിൽ മാപ്പ് എന്ന് പറയുന്നത്. ഫാക്രിക് വീൽ. ഈ വീല് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നിടം. എന്താണിത് വീല്, എന്താണ് ലോകത്തിൽ 1-ാം നമ്പർ ആക്കിയത്, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ അറിയാം. പക്ഷെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, അപ്പം ഫാക്രിക് വീലിൻ്റെ എൻട്രൻസിലേക്ക് വന്ന വഴിയാണിത്. നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയൊരു പെയ്ഡ് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് അകത്തേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നല്ല വൃത്തിയുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക്കോ കാരണങ്ങളോ മാലിന്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. നമുക്കിങ്ങനെ എൻ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഇടതുവശമായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഫാക്രിക് വീലിൻ്റെ ഒരു സംഭവം. എത്തുമ്പോൾ തന്നെ നമുക്ക് കാണുന്നൊരു ചെറിയൊരു കനാലാണ്. ചെറിയൊരു ഒഴുക്കുള്ളൂ, വലിയ ഒഴുക്കൊന്നുമില്ല. കണ്ടോ, ഒരു കനാലിത്. അവിടം വരെ അങ്ങ് വരുന്നുണ്ട്. അവർ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഈ കനാലിൻ്റെ അടിയിലേക്ക് കൂടി പോകുന്നത് ട്രെയിനാണ്. കണ്ടോ, റെയിൽവേ ലൈൻ ഉണ്ടോ നിങ്ങൾ? എന്നുവെച്ചാൽ അടിയിൽ റെയിൽവേ ലൈനും മുകളിൽ കനാലും. അങ്ങനെയാണ്. ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് ഈ പറഞ്ഞ ഫാക്രിക് വീല് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ട്രെയിൻ ഉണ്ടോ നിങ്ങൾ? കുഞ്ഞി ട്രെയിൻ ഉണ്ടോ? ആകെ 4 ബോഗി മാത്രമേ ഉള്ളൂ. 4 ബോഗി 2 എഞ്ചിൻ റൂം, വേറെ ഒന്നും അതിനില്ല. ആക്ച്വലി ഇതൊരു കനാലാണ്. ഞാൻ പറഞ്ഞു അവിടെ ഒരു ബോട്ടുണ്ട്. ഓക്കെ, ഇവിടെ എത്തുന്നതിന് മുമ്പ് സംഭവം എന്താണെന്ന് പറഞ്ഞത് ചെറിയൊരു ഇൻഫർമേഷൻ തരാം. 1933 ഇത് ഓപ്പൺ ആയത് സംഭവം. ഫാക്രിക് വീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ചരക്കുകൾ കൊണ്ടുപോയിരുന്ന കനാൽ വഴിയാണ്. നമ്മുടെ ആലപ്പുഴയിലൊക്കെ പോയാൽ ഇപ്പോഴും കനാൽ വഴിയും. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കനാലുകളാണ് ഫോർത്ത് ആൻഡ് ക്ലൈഡ് കനാലും അതുപോലെ യൂണിയൻ കനാൽ. നിങ്ങളത് വിക്കിപീഡിയ നോക്കിയാൽ മതി, കറക്റ്റ് ഡീറ്റെയിൽസ് എടുക്കും കേട്ടോ. ഈ 2 കനാലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്ന് വെച്ചാൽ ഈ 2 കനാലിലേക്കൂടി ചരക്ക് ഗതാഗതം നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒന്ന് ഹൈറ്റ് കൂടിയിട്ടും ഒന്ന് ഹൈറ്റ് കുറഞ്ഞിട്ടും. നമ്മൾ ലിഫ്റ്റിലൊക്കെ ഉള്ളതുപോലെ ഒന്ന് ഹൈറ്റ് കൂടിയിട്ടും ഒന്ന് ഹൈറ്റ് കുറഞ്ഞിട്ടും. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ഇപ്പോഴൊക്കെ ആണെങ്കിൽ നോക്കാം, നമ്മൾ ലിഫ്റ്റൊക്കെ വെച്ച് മുകളിൽ കൊണ്ടുപോയിട്ട് താക്കും അല്ലേ. അപ്പം അതുപോലെ പണ്ട് കാലത്ത് ബോട്ടുകൾ പൊക്കാൻ വേണ്ടി ഉപയോഗിച്ച്, താഴെ നിന്ന് മുകളിലേക്ക് ബോട്ടുകൾ പൊക്കാൻ വേണ്ടി ഉപയോഗിച്ച് ഒരു ലിഫ്റ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ലോകത്ത് എവിടെയില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മൾ മനുഷ്യരെ കൊണ്ടുപോകുന്ന ലിഫ്റ്റ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലിഫ്റ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ബോട്ടുകൾ ലൈവായിട്ട് ആൾക്കാർ അല്ലെങ്കിൽ ചരക്കുകൾ നിറച്ച ബോട്ടുകൾ, ആ ബോട്ടുകൾ കയറ്റി പോകുന്ന ലിഫ്റ്റാണ് ഫാക്രിക് വീൽസ്. കാണാം, ഇതേ നമ്മുടെ എൻട്രൻസ് എത്താൻ തുടങ്ങി. ഇപ്പം കണ്ട കനാലിൻ്റെ മുകളിൽ കൂടി ചെറിയൊരു
എൻട്രൻസ് കിട്ടി. വേറെ കാര്യം, ഈ വലതുവശത്ത് കാണുന്ന ബോട്ടുകൾ പിന്നെ ടൂറിസ്റ്റുകൾക്കുള്ള ബോട്ടുകളാണ്. അതുകൊണ്ട് പണ്ടത്തെ പോലെ സാധനങ്ങൾ കൊണ്ടുവന്ന ബോട്ടല്ല. കാരണം ഇവിടെ ചരക്ക് അതൊക്കെ നിലച്ചു. ഇപ്പോൾ ട്രെയിനും ബാക്കിയുള്ള സെറ്റപ്പൊക്കെ വന്നുകൊണ്ട് ചെറിയൊരു വെള്ളക്കെട്ട് പോലത്തെ കാനാലാണ്. ഇവിടെ വെള്ളം കൺട്രോൾ ചെയ്യുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു ബോട്ട് ഇപ്പോൾ അതിനകത്തേക്ക് പോകുന്നുണ്ട്. ആ കനാലിനകത്തേക്ക് ഒരു ബോട്ട് പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ലൈവായിട്ട് കാണിച്ചാൽ മതി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഫാൽക്രിക് വീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടുകൾ ഉയർത്തുന്ന ഒരു ലിഫ്റ്റാണെന്നല്ലേ. എന്നാൽ പിന്നെ നമുക്കിവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അവിടെ ബോട്ടുകൾ പോയി അതിനകത്ത് സെറ്റായി കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും അതെങ്ങനെ പൊന്തുന്നില്ലേ. ഇതുകൊണ്ട് നിങ്ങൾ ആ വീല് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കിയേ, താഴത്തെ ബോട്ട് മൂവ് ആകുന്നുണ്ടോ? ബോട്ട് ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് കറക്റ്റ് സ്റ്റേബിൾ ആയിരിക്കുക. അത് എങ്ങനെ ചെരിഞ്ഞാൽ ആ ബോട്ടിൻ്റെ ആ ഒരു ലെവൽ അങ്ങനെ തന്നെ ഉണ്ടാവും. ചെരിയൂല. ചെരിഞ്ഞാൽ അപ്പോൾ എല്ലാം കൂടി താഴെ പോയില്ലേ, മറിഞ്ഞ് താഴെ പോയില്ലേ. വളരെ സിമ്പിളായിട്ട് കറങ്ങുന്നുണ്ട്. ഓക്കെ, മുകളിലത്തെ പ്ലാറ്റ്ഫോം താഴെ വരും, താഴത്തെ പ്ലാറ്റ്ഫോം മുകളിൽ പോകും. കറക്റ്റ് ലെവലാണ്. വാവ്, സംഭവം 4 മിനിറ്റാണ് ടൈം എടുക്കുന്നത്. ശരിക്കും ഈ വീല് കറങ്ങിയിട്ട് ഒന്ന് റൗണ്ടാക്കി മുകളിലേക്ക് തിരിച്ചു വരാൻ 4 മിനിറ്റാണ് ടോട്ടൽ ടൈം എടുക്കുന്നത്. അടിപൊളിയല്ലേ? തിരിഞ്ഞ് വന്ന് ഈ ഭാഗം താണ് വരും. നല്ല അടിപൊളി കാഴ്ചയായിട്ടിത്. പിന്നെ ഇതിനകത്ത് കയറുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ നിലവിലെടുക്കണമെന്നുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പം ആ ബോട്ടിനുള്ളിൽ കയറിയിട്ട് നമുക്ക് മുകളിൽ ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നും വരാനല്ലോ. ഈ വീലിന് ഈ ഒരു സൈഡുണ്ട്. നിങ്ങൾ ഇതാണ് കൺട്രോളിങ് സംഭവം ഇവിടെ വരുന്നത് കേട്ടോ. ഇല്ലേ, അതിന് മുകളിൽ ബോട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? വീൽസും കൺട്രോൾസൊക്കെ നോക്കിയാൽ നിങ്ങളിപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാൽക്രിക് വീലിൻ്റെ പ്രവർത്തനമാണ്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ UK ഡയറക്റ്റ് വന്ന് ഇവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ട് കാണണം. പക്ഷേങ്കിൽ നിങ്ങൾ ആരും ടിക്കറ്റ് എടുക്കും വേണ്ട, വരും വേണ്ട. ഞാൻ കാണിച്ചിരുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങളിതിനെ വരുന്നത് അല്ലേ. അങ്ങനെ അത് സെറ്റായി താഴത്തെ മുകളിലെത്തി. താഴത്തെ അങ്ങ് മുകളിലെത്തിയിട്ടുണ്ട്. അതുപോലെ മുകളിലത്തെ ഇങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ ടൂറിസ്റ്റുകളുടെ മുഖം കാണുമ്പോൾ അവർ ശരിക്കും എൻജോയ് ചെയ്യുന്ന വരുന്നില്ല കേട്ടോ. അവർ മൊബൈലും കളിച്ചിരിക്കുന്നു പലരും, സീരിയസ്ലി. കാരണം ഇവിടെ മുകളിൽ പോകുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും. മുകളിൽ പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തിയില്ലേ, പിന്നെ തിരിച്ച് അതേപോലെ താഴെ വരുന്നത്. വേറെ മൂവിയൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണെന്ന് അറിയില്ല, അവർക്ക് വലിയൊരു ആവേശം കാണുന്നില്ല. ബ്രോ മുകളിൽ കയറാണ്ടിരിക്കുന്നത് ബ്രോ നല്ലത്. 1 hour എടുക്കും. പക്ഷെ അതിനകത്തിരിക്കുന്ന ആൾക്കാർക്കൊന്നും വലിയ മൂടൊന്നും കാണില്ല. വേർത്തല്ലാന്ന് തോന്നുന്നു. അതെ, കാണുമ്പോൾ അത്ര വേർത്തല്ല നമുക്ക്. അതുപോലെ തിരിച്ച് താഴെ കൊണ്ടുവരും. സംഭവം ഓടിയില്ലേ നിങ്ങൾക്ക്? ഈ ചരക്ക് ബ്രോ പറഞ്ഞ പോലെ തന്നെ ചരക്ക് കൊണ്ടുവരാൻ ഭയങ്കര തടസ്സപ്പെട്ടു. കുറെ ഇവിടുത്തെ പാർലമെന്ററി ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ലാസ്റ്റ് ഒരു എഞ്ചിനീയർ തലയാണെന്ത് നമുക്ക് ഇങ്ങനെ 2 കനാലുകൾ തമ്മിൽ എന്താക്കാം ഈ ഒരു ഐഡിയ കൊണ്ടുവന്നാൽ ഈസി ആവും എന്നുള്ളത്. കാരണം ബാക്കി അവർ പല ഇവിടുത്തെ സയന്റിസ്റ്റും എഞ്ചിനീയേഴ്സും നോക്കിയിട്ട് ഇതിനൊരു എന്ത് കിട്ടിയില്ല. ഈ ഭൂപ്രകൃതി കണ്ടില്ലേ ബ്രോ, അവിടുന്ന് ഇങ്ങോട്ടുള്ള കനാൽ ഇത് ജോയിൻ ചെയ്യിപ്പിക്കാൻ ഒരു വഴിയും കണ്ടെത്തില്ല. ലാസ്റ്റ് അത് നശിപ്പിക്കാതെ അതുപോലെ ഒരു കനാലിട്ടു, നേരെ ഇവിടെ ഒരു വീലും കൊടുത്തു. അപ്പൊ ഈസിയായി. ആദ്യത്താണെങ്കിൽ ജനസാന്ദ്രത കുറച്ച് ഉള്ള സ്ഥലമാണ്. അപ്പൊ അത് ഇവർക്ക് വേറെ എന്തെങ്കിലും വഴി വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡോ കാര്യങ്ങളോ, മനസ്സിലായോ, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ഡാമുമായിട്ടൊരു സംഭവമാണ്. അപ്പോൾ അതിന് പകരം അവർ ഈ ഫാൽക്രിക് വീൽ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തപ്പോൾ മൊത്തത്തിലൊരു സേഫ്റ്റി ആയി. ഇവിടുത്തെ കമ്മീഷൻ എന്താക്കി അപ്രൂവ് ചെയ്തു ഇങ്ങനെ ഒരു വീലിന് വേണ്ടി. സംഭവം അത് എല്ലാവർക്കും മനുഷ്യനോ പ്രകൃതിക്കോ പ്രശ്നങ്ങളിലാണ് അവർ തീർത്തല്ലോ. യെസ്, ഇവിടെ ഒരു പഴയ ബോട്ട് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് വർക്കില്ല എന്ന്, കാരണം ഫുള്ള് തുരുമ്പെടുത്തിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് സെറ്റപ്പ് നോക്കുന്നുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇവരെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അപ്പോൾ ഇവരെന്തായാലും വിസിറ്റ് ചെയ്യാൻ വരും. ഇവിടെ പ്രത്യേകിച്ച് ലോക്കൽസ് മാത്രമേ, ഇവിടുത്തെ ആൾക്കാർ മാത്രമായിട്ട് കാണുന്നില്ല. പുറത്തുള്ളാരും ഇവിടെ കാണുന്നില്ല. യാട്ടുകളുണ്ട്, ബോട്ടുകളുണ്ട്. അവിടെ ക്ലീൻ ചെയ്യാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. നല്ലൊരു ജയൻ്റ് സംഭവമാണ് ഇത് അല്ലേ. ഇവിടെ എൻ്റെ ഹിസ്റ്ററീസ് കൊടുത്തിട്ടുണ്ട്. ഹാർഡ് ലേബേഴ്സ്. For the canal boatmen, life was also struggle. They often worked 17 hours or more day
on their cramped boats. Even in the dark and fog winter, they had to work these long hours. The boatman earned nothing when the boat was idle. Today, the canal is again a lively workplace. British Waterways Scotland employs some 100 staff to maintain the law condition more than yes. അടിപൊളി. കാലം മാറി, എല്ലാം മാറി. ഇത് മുകളിൽ പോയ ബോട്ടില്ല, ആ ബോട്ട് തിരിച്ചിട്ട് ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ട് വന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇവർ ദൂരത്ത് നിന്ന് വരുന്നതൊന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ കയറണമെന്ന് ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ തന്നെ ബോട്ട് ഇടും. അപ്പോൾ ഈ ബോട്ടിൽ കയറിയിരിക്കാം. കംപ്ലീറ്റ് ഗ്ലാസ് ആണ് സൈഡിലൊക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വിഷ്വൽസ് കിട്ടും. ബോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ എല്ലാം ഇതിന് മുകളിലേക്ക് പോകും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു വർഷമായിട്ട് ചെറിയ പാർക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു കനാലിൻ്റെ കണക്ഷൻ കേട്ടോ. ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഏരിയ ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും വലിയ വീതിയൊന്നുമില്ല. പണ്ട് വീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ ചെറിയൊരു കുളമൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് വരാൻ കളിക്കാനൊക്കെ പറ്റിയ സ്പേസ് ആയിട്ട്. ഇതൊക്കെ അല്ല, ഇതിന് വഴി വരുന്ന ചരക്കുകൾ നമ്മുടെ നാട്ടിലൊക്കെയാണ് നേരത്തെ പറഞ്ഞത്, മൂപ്പർ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് നേരെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ മൂപ്പർ നേരത്തെ പറഞ്ഞിരുന്നു ആ വെള്ളച്ചാട്ടം പോലെ. നിങ്ങൾ ജസ്റ്റ് നോക്കിയേ, ഇവിടെ വരുന്ന വെള്ളം ഇവർ ഇത്രയും ടെക്നോളജി കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാം ഒരേ ഡിസൈൻ കേട്ടോ. നോക്കിയേ, ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ കണ്ടോ, ഒരേ ഡിസൈനിലുള്ളത്. വാവും. 2 കനാലാട്ടോ യു കെയിലുള്ളത്. ഒന്ന് ഇവിടെയും ഒന്ന് ചെഷയറിലും. അത് 1875 ഇതുപോലെ കൊണ്ടുവന്ന ഒരു കനാലാണ്. അതും 2002 പിന്നെ രണ്ടാമത് അവർ 100 ഇയേഴ്സിന് ശേഷം പിന്നെ റീബിൽഡ് ചെയ്ത് നോക്കാൻ വന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബ്രോ കണ്ടില്ലേ, ഒരേ സമയം 2 ബോട്ടുകളെ തമ്മിൽ അത് ഇവിടെയും ഒന്ന് ചെഷയറിലുള്ള യു കെയിൽ. അപ്പോൾ ഈ ഒരു ഫാക്രിക് വീൽ ഇത് ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയപ്പെടുന്നുള്ളൂ. അവർ ഇവിടെ ഒന്ന് ഇവിടെ സ്കോട്ട്ലാൻഡിൽ ഇവിടെയും പിന്നെ ഒന്ന് ഫാൽക്രിക് വീൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് അവർ പറയുന്നത് വേൾഡിൽ. ഓക്കെ ഫൈൻ, അടിപൊളി. ഇങ്ങനെ 2 ബോട്ട് എന്ന് വെച്ചാൽ എൻ്റെ പുറൻ്റെ മുറ്റത്തൊരു മാവുണ്ട്. ആ മാവ് ശരിക്കും ലോകത്തിൽ എൻ്റെ മുറ്റത്ത് മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. കാരണം എന്താ, അതുള്ളത് എൻ്റെ മുറ്റത്തല്ലേ. അത് എൻ്റെ വ്ളോഗിൽ ആരോ ഈ ഒരു കോമഡി അടിച്ചിരുന്നു കേട്ടോ. എവിടുന്നോ ആരായിരുന്നു, അപ്പോൾ എവിടുന്നോ എന്നോട് ഈ ബഹ്റൈൻ എങ്ങാണ്ട് ആരോ ഇത് പറഞ്ഞിരുന്നു ഈ ഒരു കോമഡി. ഈ സാധനം അല്ലല്ലല്ല തുർക്കിന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ബൈക്ക് റൈഡ് പോയിട്ട് എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പം അവിടുത്തെ മെക്കാനിക്ക് എന്നോട് പറഞ്ഞിരുന്നു, ഒരു ബൈക്ക് കാണിച്ച് എന്നോട് പറഞ്ഞു ഈ ബൈക്ക് ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ ചാന്താണ്. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് എൻ്റെ അടുത്ത് മാത്രമല്ല കാണും, ഈ വണ്ടി കിടക്കുന്നത് ഇവിടെയല്ലേ, അതുപോലെ തന്നെ ഇതും. ഹായ്, ഹൗ യു? ഗുഡ്. യു വാണ്ട് ടു ടോക്ക്? യാ, let me come there. What's your name? Hari. Yeah, Hari. Actually, I'm from India. There you go. Yeah, and I'm speaking, my language is Malayalam. Can you say Malayalam? Malayalam? Yeah, that's my language. Okay, alright. Yeah. I think I know something at my school was that. Yeah, there's a boy in your class who comes from India, right? Yeah, you got any friends from India? Yeah, Can you there's remember one that's already left. He's called Karen. Okay. He's on Karan? holiday in India, isn't he, at the moment? Yeah. Oh, he's on the holiday. Yeah. he's Okay. got- So he lives in here, in Scotland? Yes, yeah, he lives in Scotland. Yeah, But good. he's a big fan of Wolverhampton. Wolves is England club. Yeah, I can see I that. know. You are. Rangers is your Scottish club and Wolves is your English club, eh? Where are you guys from? Scotland? Oh. Originally, I'm from England as well. Okay. But we live in Fife now. Okay, fine. Not- Okay. Yeah. So Scotland. you happy? You're enjoying? Are you in what? Are you enjoying the holidays? Are you enjoying your holiday? Yeah. Yeah. Yeah, okay. Tomorrow, though, eh? Okay, bye bye. you. Bye bye. Thank you. Bye. Yeah, thank you. Bye. ആ കുട്ടിയെ ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുമ്പം എന്നെ ഇങ്ങനെ നോക്കുന്നു ഒരേ സമയത്ത്. അപ്പോൾ എന്നെ നോക്കിയിട്ട് അവൻ്റെ ഉമ്മാനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ മോനിക്ക് എന്നോട് എന്തോ പറയാണ്ടെന്ന്. അങ്ങനെ ഞാൻ പോയി ചോദിച്ചു, എന്താ ഉള്ളത് പറ, എന്താ ചോദിക്കാനുള്ളത്. അപ്പോൾ അവൻ ചോദിച്ചത് ഇത് എന്ത് ഭാഷ നിങ്ങൾ സംസാരിക്കുന്നത്? കാരണം മൂപ്പര് ഇംഗ്ലീഷാണ് അധികം ഇവിടെ കേൾക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട് പോലും. അപ്പം അതിലേതെങ്കിലും ഭാഷയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു മലയാളം, മലയാളി, മല്ലു, ഓൾവേസ്. സോ ഫൈൻ. Yes, what's your name? Louis. Huh? Louis, yeah, I know your name. Nice to do. Yeah. This thing? It's a camera. Oh. Yeah. See this? Hello. Do you think PlayStations are better than Xboxes? No, I don't play PlayStation. Do you play? Yeah, I play PlayStation. What kind of games you playing? So I was playing Fortnite this morning, Okay. and when I get home, I'm going to
play Ark with Harry. Okay, I don't play in PlayStation. We play in reality. We play soccer, we play cricket, and we do cycling. Yeah, that's what we do. So you are on holiday. I don't really go out a lot, to be honest. Enjoy, yeah. I go out like once a day. Okay. He's got his own YouTube On channel. YouTube. Yeah, it's on YouTube. He will show you the channel actually. Yeah. That's what he wants to do. You wanna be a YouTuber? Yeah. Okay, I will add you the clip on my video. Okay. After 3 days, you can watch there. Okay. Okay. Yeah. Thank you guys. Thank you. Enjoy the holidays. Yeah. Bye. Yeah. കണ്ടോ എത്ര ഫ്രണ്ട്ലി എന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ. പക്ഷേങ്കിൽ നമ്മളൊക്കെ കേൾക്കുന്നത് നേരെ തിരിച്ചിട്ടാണ്. ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളൂ. സത്യമാണെന്ന് അത്രയും ഉറപ്പിച്ച് പറഞ്ഞിട്ട് അത്രക്കും നല്ല മനുഷ്യർ കേട്ടോ. എനിക്ക് പുറകിലൊരു ആൾക്കാർ വരുന്നുണ്ടോ നായ്ക്കുട്ടികളെ കൊണ്ടിട്ട് അടിപൊളി കുടുംബം. നല്ല നീല കളർ പെയിൻ്റ് അടിച്ച് മുടിയെല്ലായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ. Oh, it's a ball, yeah? Ball. Okay. Hey boys. He's a YouTuber. നോക്കി നിങ്ങൾ നല്ല അടിപൊളി കുടുംബമല്ലേ, പച്ച ഇതെല്ലാം അടിച്ചിട്ട്. ഇവർക്ക് ശരിക്കും ഇതാണ് ഇവരുടെ മക്കൾ കേട്ടോ. പിന്നെ അവരുടെ കയ്യിലുള്ളത് ആ ബോൾ എറിയുന്ന ഒരു വടിയാണ്. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ബോൾ എറിഞ്ഞു കൊടുക്കും. ആ ബോൾ നായ്ക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നായുടെ വായുടെ ഉള്ളിൽ ബോളുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു സംഭവം കണ്ട് നിർത്തിയാണ്. ഇത് നോക്കി നിങ്ങൾ. Is that you? Built by you? It's a Spitfire. Okay. ഒന്ന് കാണിച്ചാൽ ചിരിച്ചും കൂടെ കാണിച്ചാൽ. ഇത് ഫ്ലൈറ്റാണിത്, കറങ്ങൊക്കെ ചെയ്യലുതാ. Yeah. യെസ്. സോ യു ബിൽഡ് യുവർ സെൽഫ്? Did you build? Yeah, it's an old wash machine. It's a washing machine. Yeah. Wash machine. Yeah. How you use it? How you wash? It's just been cut from small panels. From the washing machine. Yeah, and just tack welded together and painted. Yeah. പുള്ളി വാഷിംഗ് മെഷീൻ ഇല്ലേ, അതിന്റെ ഉള്ളിൽ നിന്ന് മൊത്തം കട്ട് ചെയ്തിട്ട് ആ പാനൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, ബിൽഡ് ചെയ്തത്, Yeah, it's a സ്വന്തമായിട്ട് nice one. ഉണ്ടാക്കിയത്. Oh, nice man. Yeah. Yeah. He got a lot of things, I think. Yeah. So are you engineer? No, well, all sorts of things, motorbikes and stuff, you know. So you build your own? I had a T-shirt Yeah. and it had the plan. Okay. It showed you all the panels. Yeah, okay. Okay. Yeah, so I put it onto cardboard, Okay. a pair of tin You snips, build and a- just cut it out. എന്നുവെച്ചാൽ welded it up. അദ്ദേഹത്തിൻ്റെ ടീഷർട്ടിൽ ഈ പ്ലെയിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഫോട്ടോ നോക്കിയിട്ട് കാർഡ്ബോർഡിൽ വരച്ചിട്ട് ഒരു വാഷിംഗ് മെഷീൻ്റെ പഴയ വാഷിംഗ് മെഷീൻ്റെ പാർട്സ് ഒക്കെ എടുത്ത് പൊളിച്ചെടുത്തിട്ട് ഇതാക്കിയത് കേട്ടോ. Oh, you build your own, man. Appreciate, man. Aye. So how long it will take to build that? Oh, a couple of months. I wasn't at it all the time. I just pick it up now and Whenever you again. get and time, you just build. When I out. first started, I thought, you know, just wee bits. A month, 2 months. Yeah, but once you start putting bits on it, you can see it. Come on. You know. Okay. So this is all like the bullet. Yeah. It's got shot already. Aye. ഇത് കറങ്ങുന്നുണ്ട് ഇതൊക്കെ. നല്ല അടിപൊളി മെറ്റൽ. think it's a എയർ mark. വിൻഡോ കാര്യങ്ങളൊക്കെ ഇത് I think കൊടുത്തിട്ടുണ്ട്. it's a Mark II. You know, the windscreen says it's a Mark II. Okay. It's got a bulletproof bit at the front there. Bulletproof Yeah, or just fully. got- ആ ഓക്കെ, ഫ്രണ്ടിലല്ലേ? Yeah. ഇതുവരെ It's set ആയില്ല. complete from the washing machine അല്ലേ? Yeah. ഒഴിവാക്കിയ വാഷിംഗ് മെഷീനിന്ന് പുള്ളി ഉണ്ടാക്കിയത് അത്, അതിന്റെ പാനൽസും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് മൂപ്പരോട് ഇത് This is the inside the washing machine thing, and the fan. No, that is, yeah. You just cut it The out. washing Oh, machine. you got a stand also over there. Oh yeah. Yeah, it's a stand also over Yeah, there. Yeah. it's designed just to blow in the wind, eh? So it'll turn with the wind, yeah. ഓക്കെ, കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊള്ളാലോ. Okay. It's not very windy today, but Yeah, Okay. Great, man. that's great. Great, yeah. I'm going to upload this on YouTube. good in Okay? this weather. I'm going to upload this on YouTube. Yeah, you're going to be very famous. You got any Instagram big or engine. something I can show? No, it would need a big engine. Oh, you need a big yeah, engine. Yeah. Too heavy, yeah. Oh yeah, too heavy. It's നല്ല heavy അത്. Yeah. നമുക്കിത് അടുത്തൊരു അപ്പൂപ്പനെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടുപോലെ മൂപ്പര് നല്ല Thank you. സെറ്റപ്പിൽ What's your good name? Hey, my name's Bob. മൂപ്പര് Yeah. വാഷിംഗ് മെഷീൻ ഒക്കെ Bob, ഉണ്ടാക്കുക Bob, കേട്ടോ. Oh, okay. How old are you? I'm old at 61. 61. 1 June. 61. Next month, yeah. 61. This month, yeah. 61. Yeah. Oh, But by brain you are still like 20, 21. Yeah. you still young. Ah, yeah. Oh, yeah. Okay. Thank you very much. No for your time. problem. Appreciate, yeah. Yeah. No Can you problem. put it there? Yeah. അവിടെ can you put it there? Hello, sir. അവിടെ ഇടുന്നുണ്ട്. We are from India. Are you? Yeah. Yeah, very good. ഇത് അവിടെ വെക്കുന്നുണ്ട്. അത് You കറക്റ്റ് live ആയിട്ട്. in Britain? I live here, Yeah. but he came from India. He's a from YouTuber India. from. Yeah, India. I'm a traveler. Just traveling around the world and making videos. That's my job. So it has a couple of positions. You can sit anywhere, really, you know. Okay. Or it locks in, it'll sit level. ആ ഓക്കെ, അത് വെച്ച് ലോക്കൊക്കെ കഴിഞ്ഞ പിന്നെ വീടില്ല കേട്ടോ. Ah, there it is. That's it.
That's great. Just something nice to look at when it's in the garden. You're supposed to put it in the front side. Why you put it in the garden? You're supposed to. Why you put on the behind your house? You should supposed to put in the In front. the front, yeah. Everybody Take it away. Or something. ആരെങ്കിലും I'm usually just working in the workshop here. Fix all. I've got some classic motorbikes, so that's. Oh, you my got classic- motorbikes? Yeah, yeah. Is it still there? Well, no, inside that big van, they're in the van. They're all Is locked there? away. Small Honda. ഇതാണ് മൂപ്പരുടെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഒരു പഴയൊരു ഹോണ്ട എടുക്കുന്നുണ്ട്. നോക്കിയേ, വയസ്സാം കാലത്ത് ഈ 61ാമത്തെ വയസ്സിൽ മൂപ്പര് വീട്ടിലിരിക്കാതെ മൂപ്പര് കണ്ടോ വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ബുക്സുകളുണ്ട്, ഒരുപാട് മെക്കാനിക്സ് ഐറ്റംസ് ഉണ്ട്, മാഗ്നറ്റ്സുകളുണ്ട്, എന്തൊക്കെ മോട്ടേഴ്സ്, കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് കാണേണ്ട ശരിക്കും ഇതല്ല, നമ്മൾ കാണേണ്ട സാധനം അപ്പുറമുണ്ട്. കാണിച്ചാൽ Yeah, I've moved here about 3 years ago. So. This is your bikes. Yeah. Oh, into it's a vintage one. What year is that? Sorry? What year? Which year? That's a 65. This one's a 65. 72, this one. This 78. 78. Yeah. This is a sidecar. It's a sidecar chassis. Yeah, I can understand. Bro, See them from the front. What you see them from the front. there is a lot of. Everything's covered, you know, it's all bikes. ഇതൊക്കെ നിങ്ങൾ വണ്ടികളൊക്കെ ഇതിനുള്ളിൽ, ഇതൊക്കെ അപ്പൂപ്പൻ്റെ വണ്ടികളുണ്ടോ? ഓക്കെ, യാ, അപ്പൂപ്പ നമ്മുടെ സൈഡ് വന്നായിരിക്കും. You don't really see much. Compact. A Yamaha XT 500 in the back there. SD. XT. XT, yeah. Off-road type thing. Yeah. Okay. Yeah. The Panther's away at the back. This is all sidecar. It's made out of wood. I kept all wood just to get a template for a size, you know, for rebuilding it. I moved in about 3 years ago. 3 years, okay. Yeah. Try to build a big shed. Get a big shed. So I can get the bigs laid out and get them worked on, you know. Okay. പിന്നെ ഇവരുടെ ഇംഗ്ലീഷ് അറിയാൻ തിരിച്ചറിയാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. കാരണം ഇവർ ആക്ച്വലി സ്കോട്ട്ലൻഡിൻ്റെ ഒരു ആക്സെൻറ്റ് അങ്ങനെ കേട്ടോ. അയർലൻഡൊക്കെ പോയി കഴിഞ്ഞാൽ തീരെ മനസ്സിലാവില്ല. അതാണ് അവസ്ഥ. He's up at the wheel today. Yeah, we went to the wheel, we checked the videos and everything. Yeah, The yeah. one hour we have seen what you built it. Oh, yeah. എന്തല്ലേ നമ്മൾ ഈ ഫാൽക്രിക്ക് വീല് കാണാൻ വന്നേരം കണ്ടതാണ്. നിങ്ങൾ കണ്ടോ, നമ്മൾ എൻ്റർ ചെയ്ത സ്ഥലമാണിത്. നമ്മൾ ഇതുവഴിയാണ് കറങ്ങി എൻ്റർ ചെയ്തത്. എൻ്റർ ചെയ്ത് കയറുമ്പോൾ ഇടതുവശമാണ് ഈ ഒരു വീട് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഇവിടെ കാണുന്ന പ്രായമായ ആൾക്കാരൊക്കെ വെറുതെ ഇരിക്കില്ല. അവരെല്ലാം അടിപൊളിയായിട്ട് ലൈഫ് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ വാഷിംഗ് മെഷീൻ എടുത്ത് നേരെ റീസൈക്കിൾ. ഞാനൊരു കാര്യം പറയാം, എനിക്ക് പ്രായമായി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ 1.5 മാസം കഴിഞ്ഞ് മരിക്കും, 2 മാസം കഴിഞ്ഞ് മരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഭാര്യയോട് മക്കളൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഏതെങ്കിലും രാജ്യത്ത് വരെ അവിടെ അടിച്ചു പൊളിച്ചിട്ട് അവിടെ കിടന്നിട്ട് മരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അടിച്ചു പൊളിച്ച് കിടന്നിട്ട് അവിടെ കിടന്ന് മരിക്കും. പക്ഷെ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ എൻ്റെ ലൈഫ് ആക്റ്റീവ് ആക്കിയിട്ട് വെക്കും. ഒരിക്കലും ഇപ്പം കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ എന്താ പറയുക, കുഴിയിലേക്ക് കാലം നീട്ടി ഇരിക്കുക എന്നുള്ള പ്രയോഗമില്ല. അതുപോലെ ഒരിക്കലും ഞാൻ ചെയ്യില്ല. യൂറോപ്യൻസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ അവർ റിട്ടയർമെൻറ്റ് ലൈഫ് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും, വെറുതെ ഇരിക്കില്ല. അപ്പം റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ തന്നെ മെൻ്റലി അവർക്ക് നല്ല പീസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് എന്താ പറയുക, ലൈഫിൽ എവറി മൊമെൻറ്റ്, മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പുള്ള മൊമെൻ്റ് ആയിക്കോട്ടെ, അതും നമുക്ക് ഭയങ്കര ഒരു വാല്യൂ ഉള്ള സാധനം കേട്ടോ. അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഹാപ്പി. സോ വേറെ എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മൾ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യും. ക്യാപ്ഷൻസ് നിങ്ങൾ നോക്കണ്ട. ക്യാപ്ഷൻസിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റർ ഇടുന്നുണ്ടാവും. പക്ഷെ അതിലുപരി വീഡിയോ തുറന്ന് നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. എല്ലാവരും കാണും കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അടിപൊളി ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.